ഹായ് എവരിവൺ. ഡിഗ്രിക്ക് പഠിക്കുന്ന പല വിദ്യാർത്ഥികളും കോളേജ് ലൈഫ് കഴിയുന്നതോടുകൂടി തന്നെ ഒരു പ്രൊഫഷനിൽ എത്തിയിട്ട് സെറ്റായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ. അതുപോലെ തന്നെ ഇതിന് പഠിക്കുന്ന കാലത്ത് പറ്റിയില്ല, ഇപ്പൊ ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി അധികം സമയമൊന്നും ചെലവഴിക്കാനില്ല, വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ ലൈഫും കരിയറൊക്കെ സെറ്റാകുന്ന നല്ല സാലറി ഉള്ള ലോകത്ത് എല്ലായിടത്തും പോയാലും എവിടെ പോയാലും ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു കോഴ്സ് പഠിച്ച് ഇനി അങ്ങോട്ട് ലൈഫ് സെറ്റാക്കണം എന്ന് വിചാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളും നമ്മുടെ മുമ്പിലുണ്ട്. ഈ രണ്ട് കൂട്ടർക്കുള്ള ഒരു സൊല്യൂഷൻ, ഒരു മാജിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, CMA USA. അപ്പൊ എന്താണ് CMA USA? എന്തുകൊണ്ട് ഇപ്പൊ ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടി CMA USA ചെയ്യണം? അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് CMA USA ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കരിയറിൽ ഉണ്ടാവുന്ന മാറ്റം എന്താണ്? നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇതെല്ലാം തീർക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് CMA USA ക്വാളിഫൈഡ് ആയി അത് പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ള രണ്ടാളുകളാണ്. ഞാൻ വെൽക്കം ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദു സാറിനെയും അർഷദ് സാറിനെയാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാം. സാറേ, ഈ ഡിഗ്രി സ്റ്റുഡൻറ്റ് ഇത് എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽ ഇത് എങ്ങനെ കോഴ്സ് പഠിക്കണം എന്നൊക്കെ പറയുന്നതിന് മുമ്പ്, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾ എന്താണ് ആയിത്തീരുന്നത്? CMA എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഒന്ന് പെട്ടെന്ന് പറയും. ബേസിക്കലി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് സിംപിളി പറയുകയാണെങ്കിൽ. ഇനി വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ അക്കൗണ്ട്സിൽ നമ്മൾക്ക് എന്തൊക്കെ ഏരിയ എക്സ്പ്ലോർ ചെയ്യാം. ഇതൊക്കെ ഫോർ എക്സാമ്പിൾ അക്കൗണ്ട്സിന് പല ഏരിയ ഉണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ട്, ഇങ്ങനെ പല ഏരിയാസ് ഉണ്ട്. ഇതൊക്കെ ഒരാൾക്ക് CMA പഠിച്ചു കഴിഞ്ഞാലും എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ സ്പെസിഫിക്കേഷൻ വരുന്നത് കോസ്റ്റിങ്ങിലാണെന്ന് മാത്രം. അപ്പം കമ്പനികളെ സംബന്ധിച്ച്, വലിയ ഈ പറഞ്ഞ ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരെ കീ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ റോളിലുള്ള ആൾക്കാർ. ഡെഫിനറ്റ്ലി. കാരണം ആ കോഴ്സ് കൊടുക്കുന്ന വേർത്ത് അതാണ്. അത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് അവർ അതിൽ പഠിക്കുന്നത്. അപ്പൊ എന്തായാലും എന്തുകൊണ്ടും ഇനി സിംപ്ലി ജസ്റ്റ് CMA ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, പ്ലസ് ക്വാളിറ്റിയും കൂടി ഉണ്ടെങ്കിൽ എന്തായാലും കമ്പനിയിലെ കീ റോൾ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ സാറേ, ഇപ്പൊ കമ്പനീസ് നമ്മൾ പറഞ്ഞു, ഓർഗനൈസേഷൻസ് എന്തൊക്കെ തരത്തിലുള്ള കമ്പനികൾ, അതുപോലെ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഒരു CMA കഴിഞ്ഞ ആൾക്ക് ഡിമാൻഡ് ഉള്ളത്? അതായത് ഗ്ലോബലൈസേഷൻ വന്നു 1991. അതിനുശേഷം മിക്ക എല്ലാ കൺട്രീസിലുള്ള കമ്പനീസിന് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെയാണ് ശരിക്കും ഈ നമ്മുടെ കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വരുന്നത്. അത് മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയും. എക്സാമ്പിൾ EY, ഡെലോയിറ്റ്, KPMG. അതേപോലെ തന്നെ എസ്പെഷ്യലി മാനുഫാക്ചറിങ് കമ്പനീസ്. ഇപ്പോൾ സാറ് പറഞ്ഞു കോസ്റ്റിംഗ് ആണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഏതൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സായാലും യൂസ് ചെയ്യുന്ന എന്തായാലും മൊബൈലായാലും എല്ലാത്തിനും പ്രൈസ് തീരുമാനിക്കുക, കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടത്തുക, അങ്ങനെ ഒരുപാട് ഏരിയാസിൽ ഇങ്ങനെ സ്കോപ്പ് ഇങ്ങനെ വൈഡായിട്ട് കിടക്കുക. ഞാൻ അർഷദ് സാറ് പറഞ്ഞതായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ഡിസ്റ്റൻസ് ഒരു പ്രശ്നമല്ല. നമ്മൾ ടെറിട്ടറി സെറ്റ് ചെയ്യാൻ രാജ്യങ്ങൾ ഇങ്ങനെ ഇതാക്കിയെന്നല്ലാതെ ഡിസ്റ്റൻസ് ഒരു പ്രശ്നമല്ല. കാരണം ഇപ്പൊ അമേരിക്കൻ ബേസ്ഡ് കമ്പനി ഇന്ത്യയിലുണ്ട്, ഇന്ത്യൻ ബേസ്ഡ് കമ്പനി മറ്റു രാജ്യങ്ങളിലുണ്ട്. അപ്പൊ അതൊരു ഫാക്ടർ അല്ല. ഇന്നല്ല എല്ലാവർക്കും ഗ്ലോബലി ആക്സെപ്റ്റഡ് ആണ് എല്ലാവരും. എനിക്ക് തോന്നുന്നു 140+ അങ്ങനെ എന്തോ നമ്മൾ പറയാറില്ലേ, 150+ ഗ്ലോബൽ പാസ്പോർട്ട് എന്നാണ് ഈ CMA USA വിളിക്കുന്നത്. അങ്ങനെയാണ് ഒരു പൊതുവെ അങ്ങനെയാണ് ഷോർട്ടായിട്ട് പറയാറ്. യെസ്, ഓക്കെ. അപ്പൊ ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ 1 year കൊണ്ട് തീർക്കാവുന്നതാണ്. 1 to 1.5 years, റൈറ്റ്? കോച്ചിങ് 1 year, 1 to 1.5 years കൊണ്ട് തീർക്കാം. അതുകൊണ്ട് രണ്ട് പാർട്സ്, രണ്ട് പാർട്ടായിട്ട്. ഓക്കെ, പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 2. അപ്പൊ ഇത് നമുക്കൊരു 1-1.5 വർഷം കൊണ്ട് പഠിച്ചാൽ പാസ്സാവാൻ പറ്റും. ഇപ്പൊ AAA കഴിഞ്ഞ പാസ്റ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മെജോറിറ്റി സ്റ്റുഡൻസും ആ ഒരു ഡ്യൂറേഷൻ കൊണ്ട് പാസ്സായി കഴിഞ്ഞു. ഒരു ആവറേജ് 14 months കൊണ്ട് തീർക്കാൻ പറ്റും. ഓക്കെ സാർ, ഇനി അതിന്റെ മെയിൻ ചോദ്യത്തിലേക്ക് വരാം. ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു BCom, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാരണ +2 കഴിഞ്ഞിട്ട് കൂടുതൽ പേര് എടുക്കുന്ന BA, BSc, BCom ഇതൊക്കെയാണല്ലോ. ഒരു ഡിഗ്രി സ്റ്റുഡന്റ് CMA USA എടുത്താൽ എങ്ങനെയാണ് അത് ബെനിഫിഷ്യൽ ആവുക? ഈ 3 വർഷത്തിനുള്ളിൽ എടുക്കാൻ പറ്റുമോ? എങ്ങനെ അവർക്ക് കോളേജ് ലൈഫിൻ്റെ ഒപ്പം ഇത് പഠിക്കാൻ പറ്റും? അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? എന്താണ് സാർ? ഇപ്പോൾ CMA USAയിൽ ഡിഗ്രി കമ്പൽസറി ആണ് ആക്ച്വലി. പക്ഷേ എക്സാം എഴുതാൻ ഡിഗ്രി വേണം. അപ്പോൾ ഈ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 3 വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എസ്പെഷ്യലി ഓൺലൈൻ ക്ലാസ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഓൺലൈൻ പല ആൾ തെറ്റിദ്ധാരണ ഓഫ്ലൈൻ ക്ലാസ് പഠിച്ചാൽ മാത്രമേ ഇത് പാസ്സാവുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു വീക്കിലി അല്ലെങ്കിൽ ഡെയിലി ഒരു 2 hour ഒക്കെ ക്ലാസ്സിന് ഇരിക്കുകയാണെങ്കിൽ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കൂടി വരികയാണ്. അപ്പോൾ തന്നെ 2 year വർക്ക് എക്സ്പീരിയൻസും കൂടിയും അയാൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ
ചെറിയ ഏജിൽ തന്നെ CMA മെമ്പർ ആയിട്ട് മാറാം. അവരുടെ കൂടെ ഡിഗ്രി കോളേജിൽ പഠിച്ച കുട്ടികൾ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുമ്പോൾ ഇവരൊരു പ്രൊഫഷനിൽ ഇറങ്ങാൻ ഓഫ് കോഴ്സ് ഒരു എക്സ്ട്രാ ബേർഡൻ എന്തായാലും ഉണ്ടാവും. ആ എഫേർട്ട് അവരെന്തായാലും ഇടേണ്ടി വരും. അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. പക്ഷെ അത് വേർത്ത് ആയിരിക്കും. ആ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പഠിക്കുന്ന കുട്ടി എത്രമാത്രം ബുദ്ധിമുട്ടാണ് ആ പരീക്ഷ പാസ്സാവുന്നത് നമുക്കറിയാം. അപ്പൊ അവരവിടെ പഠിക്കുന്നതിന്റെ നോളജ് പെർസ്പെക്ടീവിൽ നോക്കുകയാണെങ്കിൽ വലിയ നോളജ് ഒന്നും ഇല്ലാതെ തന്നെ ഡിഗ്രി പാസ്സാവും. പക്ഷെ ഇതിന് അത്യാവശ്യം സംതിങ് എന്തെങ്കിലും അറിഞ്ഞാലേ വേണമെന്ന് മനസ്സിലായി. സാർ ഇനി അടുത്തത് ഈ വർക്കിംഗ് പ്രൊഫഷണൽസ്, ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് പഠിക്കാം നമ്മൾ പറയാറുണ്ട്. അപ്പം എത്രത്തിൽ ആൾക്കാർക്കായിരിക്കും ഇത് ഭയങ്കര ഉപകാരപ്പെടുക? മാത്രമല്ല അവരിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് എത്രമാത്രം വലിയൊരു കരിയർ ഗ്രോത്ത് ആണ് അവർക്ക് CMA US അക്കൗണ്ടിംഗ് ഇതൊക്കെ കിട്ടുക? അവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കാം സാറ് പറഞ്ഞു. അപ്പോൾ ഈവനിങ് ബാച്ച് അത് സിമ്പിൾ ലോജിക്കാണ്. ഇപ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് പ്ലസ് എക്സ്പീരിയൻസും ഉണ്ട് ഒരു കാൻഡിഡേറ്റിന്. വേറൊരു കാൻഡിഡേറ്റിന് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ക്വാളിഫിക്കേഷൻ വൈസ് അയാൾ കുറച്ച് കുറവാണ് അയാളുടെ ക്വാളിഫിക്കേഷൻ. എന്തായാലും കമ്പനീസ് ചൂസ് ചെയ്യുക ക്വാളിഫിക്കേഷൻ പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ മാത്രമാണ്. അതിപ്പോൾ ഞാൻ ബിസിനസ് തുടങ്ങിയാലും ഞാൻ നോക്കുക ക്വാളിറ്റി പ്ലസ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളെ. അത് ആര് ബിസിനസ് തുടങ്ങിയാലും അങ്ങനെയാണ്. അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റിയ ഒരു ക്വാളിറ്റി കോഴ്സിനുണ്ട്. അതിനോട് ഓൾറെഡി എക്സ്പീരിയൻസും കൂടി ഉള്ള ആളാണെങ്കിൽ വേറെ ആർട്ടിക്കൽഷിപ്പ്, ഇന്റേൺഷിപ്പ്, ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് വേറെ ഇറങ്ങി നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവർക്ക് അടുത്ത ഒരു 1-1.5 വർഷം കൊണ്ട് ഹ്യൂജ് ലീപ്പ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്ന കരിയറിൽ അല്ലേ? ഇപ്പൊ നമ്മുടെ ഓൺലൈനിൽ തന്നെ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ട്, 8 വർഷത്തെ എക്സ്പീരിയൻസ് പ്രസന്റ്ലി റണ്ണിങ് ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രൊമോഷന്റെ. അതായത് അവർ പറയുന്നത് വെച്ചാല് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും എന്നേക്കാളും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം അവരെക്കാളും. ഇത് സത്യം പറഞ്ഞാൽ കമ്പനിയുടെ ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ്. ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ സാലറി ഇടിക്കുക, കോസ്റ്റ് കുറക്കാം. നമുക്കത് എന്ത് ചെയ്യാം, ആ ഒരു ഡ്രാമ ഒഴിവാക്കാൻ പറ്റും ഇതിലൂടെ. മനസ്സിലായി. ഇതിന്റെ ഒരു സാലറി വൈസും ഈ പറഞ്ഞ പോലെ നമ്മുടെ സാധാരണ ഒരു BCom മാത്രമുള്ള ഒരാളെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടല്ലോ. അതിന്റെ എഫേർട്ടിനുള്ള വേർത്ത് എന്തായാലും കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പുറത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്കേജിൽ തന്നെ കയറുന്നുണ്ട്. ഇനീഷ്യലി പിന്നെ ഒരു കരിയർ ഗ്രോത്ത്. പിന്നെ എല്ലാത്തിനും ഒരു എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രോത്ത് എന്തായാലും ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ട്രിപ്ലൈയിൽ ഓൺലൈൻ ഈവനിങ് ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം കഴിഞ്ഞ കുറച്ച് റിസൾട്ട്സ് ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് പേര് ഓൺലൈൻ അറ്റൻഡ് ചെയ്ത് പാസ്സായ ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടു. അപ്പം ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംശയം ഇതൊക്കെ കേട്ടാലും ഇത് ഈസി ആയിട്ട് വൈകുന്നേരം വന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എത്രമാത്രം എളുപ്പമുള്ളതായിരിക്കും, അത് എത്രമാത്രം എഫേർട്ട് വേണ്ടിയിരുന്നുള്ളതാണ്. നമ്മുടെ ഒരു ബാച്ചിന്റെ സ്വഭാവം എങ്ങനെയാണ്? ഞാൻ ഒരു കാര്യം, എനിക്ക് എൻ്റെ കഴിഞ്ഞ കുറച്ച് ഹിസ്റ്ററി അനലൈസ് ചെയ്യണം. എനിക്ക് മനസ്സിലായത് ഇപ്പം നമ്മൾക്ക് ഓൺലൈൻ ബാച്ച് വരുന്നതിന് മുന്നേ ഹൈബ്രിഡ് ബാച്ച് ഉണ്ട്, ഓഫ്ലൈൻ പ്ലസ് ഓൺലൈൻ. ഈ ഹൈബ്രിഡ് ബാച്ച് എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി മുതൽ ഈവനിങ് 5 മണി വരെ ക്ലാസ് ഉണ്ട്. അതിൽ ഓഫ്ലൈനിൽ ഒരു കുട്ടി എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ ഓൺലൈനിൽ ഇരിക്കുന്ന കുട്ടി കണ്ടിന്യൂസ് 7 to 8 hours ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കാൻ മനസ്സുള്ള ഒരു കുട്ടി ഇപ്പൊ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഓൺലൈനിലാണ് റിസൾട്ട് കൂടുതൽ. ഒറ്റ റീസണേ ഉള്ളൂ, നമുക്ക് ഓഫ്ലൈൻ തന്നെ ഉറങ്ങാതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരു കുട്ടി ഓൺലൈനിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഈവനിങ് ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം, മാക്സിമം 2 അല്ലെങ്കിൽ 3 മണിക്കൂർ വരുന്ന സമയമാണ്. ആ ഒരു സമയം എന്ന് പറയുമ്പോൾ മറ്റ് ഓൺലൈൻ സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. എന്തുകൊണ്ടും ഈസി ആയിട്ട്, പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ക്ലാസ് എടുത്ത് പോവില്ല, ഇടയ്ക്ക് ബ്രേക്ക്, മെന്ററിങ് എല്ലാം ഉണ്ട്. പിന്നെ റെക്കോർഡിലേക്ക് ആക്സസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ത്രൂ ക്ലാസ് കേൾക്കാം, പല റിസോഴ്സസ് ഉണ്ടല്ലോ. അതായത് അവർക്ക് ലൈവ് ക്ലാസ്സസ് ഈവനിങ്ങിൽ നടക്കും, അതിന്റെ റെക്കോർഡ് ഇൻ കേസ് മിസ്സായ റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും. ഇതിന്റെ കൂടെ നമ്മൾ മെന്ററിങ് കൊടുക്കുന്നുണ്ട്, അതുപോലെ എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ടല്ലോ. ഒന്ന് വൃത്തിയിലൊന്ന് ഇരുന്ന് തരണം, അത്രേ വേണ്ട. അവരെ പറഞ്ഞ എഫേർട്ട് ഇട്ടാൽ ഡെഫിനറ്റ്ലി ഇത് അവർ ലൈഫ് ചേഞ്ച് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച് സർ, ഇറ്റ് വാസ് എ ഫ്രൂട്ട്ഫുൾ ഡിസ്കഷൻ. അപ്പോൾ ഇത് കാണുന്നതോട് പറയാനുള്ളത്, അടുത്ത കുറഞ്ഞ സമയം കൊണ്ട് വെറും 2 പാർട്ട് എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് CMA US. അപ്പോൾ ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.